നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വാർത്തകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ വാർത്തയായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ചില വാർത്തകളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടുള്ള എപ്സ്റ്റീൻ ഫയലുകൾ എന്നുള്ള ആ ഒരു ഭാഗം. എന്താണ് എപ്സ്റ്റീൻ ഫയലുകൾ? അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്? അതിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് എപ്സ്റ്റീൻ ഫയലുകൾ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഏകദേശം 35 ലക്ഷം പേജ് തെളിവുകൾ ഉള്ള ആഗോള VIP-മാരുടെ മൃഗീയ വിനോദങ്ങൾ, നയതന്ത്രം മുതൽ നൃത്തം വരെ ഒരു അധികാരത്തിന്റെ ഇടനാഴിയിലെ അശ്ലീല ഫയലുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. 2026 ജനുവരി 30 പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയലുകൾ നിയമചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുതാര്യമായ നടപടികളിൽ ഒന്നാണ്. ദശകങ്ങളായി നിലനിന്നിരുന്ന വ്യവസ്ഥാപിതമായ അഴിമതികളുടെയും ഉന്നതതലത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങളുടെയും ചുരുളഴിക്കുന്നതാണ് ഈ വെളിപ്പെടുത്തലുകൾ. കോടീശ്വരന്മാരായിരുന്ന ജെഫ്രി എപ്സ്റ്റീന്റെ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള വർഷങ്ങൾ നീണ്ട പൊതുജനരോക്ഷത്തിനും ദുരൂഹതകൾക്കും ശേഷമാണ് എപ്സ്റ്റീൻസ് ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് പ്രകാരം ഈ രേഖകൾ പുറത്തുവിട്ടത്. ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീനുമായുള്ള ബന്ധം മറച്ചുവെക്കാൻ ലോകത്തിലെ ഏറ്റവും ശക്തരായ വ്യക്തികൾക്ക് സംരക്ഷണം നൽകിയിരുന്ന രഹസ്യത്തിന്റെ മതിൽക്കെട്ടുകൾ ഇതോടെ തകർക്കപ്പെട്ടിരിക്കുകയാണ്. എപ്സ്റ്റീൻ ഫയലുകൾ പ്രസിദ്ധീകരിച്ചത് അമേരിക്കയിലെ നീതിന്യായ വകുപ്പ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആണ്. വാഷിംഗ്ടൺ DC-യിൽ നിന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ഡോഡ് ബ്ലാത്സ് ആണ് ഈ വിവരം ഔദ്യോഗികമായി പുറത്തുവിട്ടത്. സ്വപ്നങ്ങളെയും ജീവിതത്തെയും പണയം വെച്ച് മെച്ചപ്പെട്ടൊരു ഭാവി തേടിയിറങ്ങിയ നിസ്സഹായരായ പെൺകുട്ടികളെയാണ് എപ്സ്റ്റീൻ എന്ന വേട്ടക്കാരൻ തൻ്റെ ദ്വീപിലെത്തിയ ഉന്നതരുടെ ക്രൂര വിനോദങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത്. റഷ്യയിലെയും ഉക്രൈനിലെയും കഠിനമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മോചനവും മോഡലിംഗ് ലോകത്തെ വർണ്ണാഭമായ അവസരങ്ങളും സ്വപ്നം കണ്ട നിയമപരമായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിസ വാഗ്ദാനം ചെയ്ത് ചതിക്കുഴിയിൽ വീഴ്ത്തുകയായിരുന്നു. തായ്ലൻഡിലെയും ബ്രസീലിലെയും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കൗമാരക്കാരായ പെൺകുട്ടികളും ഫ്രാൻസിലെയും ബ്രിട്ടനിലെയും മോഡലിംഗ് മോഹങ്ങളുമായി നടന്നവരും ഈ ശൃംഖലയിൽ ഇരകളാക്കപ്പെട്ടു. MC2 പോലുള്ള ഏജൻസികൾ പെൺകുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് പകരം അവരെ മൃഗീയമായ ചൂഷണത്തിലേക്ക് തള്ളിവിടുന്ന ഇടനിലക്കാരായി മാറി. അധികാരത്തിന്റെയും പണത്തിന്റെയും പുറകിൽ ഒരു മനുഷ്യൻ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വേട്ടയാടിക്കൊണ്ടുവന്നത് പുറത്തായപ്പോൾ ഞെട്ടിയത് ലോകമനസാക്ഷിയാണ്. ഈ വെളിപ്പെടുത്തലുകൾ അത്യന്തം ഗൗരവമേറിയതാണ്. ഇതിൽ ദശലക്ഷക്കണക്കിന് പേജുകളുള്ള രേഖകൾ, ആയിരക്കണക്കിന് വീഡിയോകൾ, ലക്ഷക്കണക്കിന് ചിത്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. എപ്സ്റ്റീനെതിരായ ഫ്ലോറിഡ, ന്യൂയോർക്ക് കേസുകൾ, ഗിസ്ലൈൻ മാക്സ്വെല്ലിന്റെ വിചാരണ, എപ്സ്റ്റീന്റെ ആഗോള ശൃംഖലയെക്കുറിച്ചുള്ള FBI അന്വേഷണങ്ങൾ എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു. വ്യക്തിപരമായ ഇമെയിൽ സന്ദേശങ്ങൾ, FBI മെമ്മോകൾ, ഫ്ലൈറ്റ് ലോഗുകൾ, സമർപ്പിക്കപ്പെടാത്ത കുറ്റപത്രങ്ങൾ എന്നിവയും ഇതിലുണ്ട്. ജയിലിൽ എപ്സ്റ്റീന്റെ മരണം നടന്ന സാഹചര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന അന്വേഷണ കുറിപ്പുകളും മൃതദേഹം മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാതെ മാറ്റാൻ ഡെക്കോയ് ഉപയോഗിച്ച രീതികളും ഇതിൽ വിവരിക്കുന്നുണ്ട്.
ഈ രേഖകളിലെ ആരോപണങ്ങൾ സാങ്കേതിക വിദ്യ, രാഷ്ട്രീയം, രാജകുടുംബം അടങ്ങിയ മേഖലകളിലെ പ്രമുഖരെ പ്രതികൂലമാക്കുന്നതാണ്. ബിൽഗേറ്റ്സിന് വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ലൈംഗിക രോഗം അന്നത്തെ ഭാര്യയിൽ നിന്ന് മറച്ചുവെക്കാൻ എപ്സ്റ്റീന്റെ സഹായം തേടിയെന്നും ഈ മെയിലുകൾ സൂചിപ്പിക്കുന്നു. എപ്സ്റ്റീന്റെ ദ്വീപിലെ പാർട്ടികളെ കുറിച്ച് എലോൺ മസ്ക് ചോദിച്ചതുമായും ശിക്ഷയ്ക്ക് ശേഷവും പ്രിൻസ് ആൻഡ്രൂ എപ്സ്റ്റീൻ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചതായും രേഖകളിലുണ്ട്. കൂടാതെ പ്രധാനമന്ത്രിയുടെ ഇസ്രയേൽ സന്ദർശനത്തെക്കുറിച്ച് എപ്സ്റ്റീൻ നടത്തിയ ദുരൂഹമായ ചില നിരീക്ഷണങ്ങളും ഈ ഫയലുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർ പെൺകുട്ടികളെ ചൂഷണം ചെയ്ത രീതികൾ കൃത്യമായി വിവരിക്കുന്നുണ്ട് ഇതിൽ. പുതിയ ഫയലുകൾ പ്രകാരം എപ്സ്റ്റീൻ തന്റെ അധികാരവും പണവും ഉപയോഗിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ആസൂത്രിതമായി വലയിലാക്കിയിരുന്നു. ഗിസ്ലൈൻ മാക്സ്വെല്ലിനെ കൂടാതെ മറ്റു ചില അസിസ്റ്റന്റുമാരും പെൺകുട്ടികളെ കണ്ടെത്തുന്നതിനായി പ്രവർത്തിച്ചിരുന്നു. മസാജ് എന്ന് വിശ്വസിപ്പിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡനത്തിന്റെ ഇരയാക്കിയിരുന്നു. FBI പുതിയ ഇൻവെസ്റ്റിഗേറ്റീവ് നോട്ടുകൾ പ്രകാരം പെൺകുട്ടികളുടെ വംശത്തെയും പ്രായത്തെയും കുറിച്ച് എപ്സ്റ്റീന് പ്രത്യേക നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഇരകളുടെ മൊഴികൾ പ്രകാരം രാഷ്ട്രീയക്കാർക്കും വ്യവസായികൾക്കും അക്കാദമിക് രംഗത്തെ പ്രമുഖർക്കും ലൈംഗിക ബന്ധത്തിനായി പെൺകുട്ടികളെ കൈമാറുന്ന ഒരു കേന്ദ്രമായി എപ്സ്റ്റീന്റെ ദ്വീപ് മാറിയിരുന്നു. ഇനി നമുക്ക് ജെഫ്രി എപ്സ്റ്റീന്റെ ഫയലുകളിൽ പരാമർശിക്കപ്പെട്ട ഉന്നതമാരായ വ്യക്തികൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിലാരൊക്കെ ഉണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ പേരുകൾ കേട്ടാൽ ലോകം ഞെട്ടിപ്പോകുന്ന പേരുകളാണ്. നമുക്ക് അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി തന്നെ ജെഫ്രി എപ്സ്റ്റീൻ ആയ കുറ്റവാളി സാമ്പത്തിക വിദഗ്ധനും ഇതിൽ ഉൾപ്പെടുന്നു. പിന്നെ ഗിസ്ലൈൻ മാക്സ്വെൽ കുറ്റവാളിയാണ്, എപ്സ്റ്റീന്റെ സഹായിയാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ്. ബിൽ ഗേറ്റ് മൈക്രോസോഫ്റ്റ് സ്ഥാപകനാണ്. എലോൺ മസ്ക് ടെസ്ല സ്പേസ് എക്സ് CEO ആണ്. പിന്നെ ബ്രിട്ടീഷ് രാജകുമാരൻ ബിൽ ഗേറ്റ്, മുൻ അമേരിക്കൻ പ്രസിഡന്റ്. അങ്ങനെ ബ്രിട്ടീഷ് അംബാസഡർ വരെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ ആളുകളെയാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ലക്ഷക്കണക്കിന് പേരുകൾ, ആയിരക്കണക്കിന് പേരുകൾ ഇതിൽ ഉൾപ്പെടുന്നു. നമുക്ക് കിട്ടാൻ പോകുന്ന വിവരം അനുസരിച്ച് ഹർദീപ് സിംഗ് പുരി ഇന്ത്യൻ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ഈ ഫയലിന്റെ ഈ പേരിൽ ഉൾപ്പെടുന്നു. പിന്നെ സ്റ്റീഫൻ ഹാക്കിങ്ങിനെ കുറിച്ച് നമുക്ക് അറിയാം. അദ്ദേഹത്തിന്റെ പേരും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഒരു ആശ്ചര്യകരമായ കാര്യം എന്ന് പറയുന്നത്. അനിൽ അംബാനി, ഇന്ത്യൻ വ്യവസായി, ഈ പേരിൽ ഉൾപ്പെടുന്നു. എന്തിനേറെ പറയാൻ, നമ്മുടെ പ്രമുഖ വ്യവസായികൾ മുതൽ അധ്യാപകർ മുതൽ ഇനി ലോകത്തിലെ എല്ലാ തുറകളിലുമുള്ള ആളുകളും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. അധികാരത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹത്തിന് വേണ്ടി ദുർബലരുടെ സംരക്ഷണം മറന്ന ആഗോള വരണ്യവർഗത്തിനെതിരെയുള്ള ശക്തമായ കുറ്റപത്രമാണ് ഈ രേഖകൾ. ഈ ഫയലുകളിൽ പീഡിപ്പിച്ച പുരുഷന്മാരുടെ പേരുകൾ പലയിടത്തും മറയ്ക്കപ്പെടുകയും ഇരകളായ സ്ത്രീകളുടെ വിവരങ്ങൾ വെളിച്ചപ്പെടുത്തുകയും ചെയ്തു എന്ന പരാതിയുമായി നിരവധി ഇരകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ദശലക്ഷക്കണക്കിന് പേജുകൾ പുറത്തു വന്നതോടുകൂടി ചരിത്രം ഇനി കുറ്റവാളികളാൽ എഴുതപ്പെടില്ല, പകരം അവരുടെ തന്നെ ആശയവിനിമയങ്ങളിലെ കഠിനമായ സത്യങ്ങളാൽ എഴുതപ്പെടും. അധികാരത്തിന് മുന്നിൽ എത്ര വലിയ PR തന്ത്രങ്ങൾ മെനഞ്ഞെടുത്താലും ഒരു വേട്ടക്കാരൻ പരസ്യമായി വിലസിയിരുന്നതും അതിന് ലോകം സാക്ഷിയായതുമായ വസ്തുതയെ മായ്ക്കാൻ ആർക്കും കഴിയില്ല.
ഈ ലിസ്റ്റിൽ പേര് വന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പല കാരണങ്ങളാൽ ഇവരുടെ പേരുകൾ രേഖകളിൽ വരാം. എപ്സ്റ്റീന്റെ വിമാനത്തിൽ യാത്ര ചെയ്തവരുണ്ടാവും, അദ്ദേഹത്തിന്റെ വിരുന്നുകളിൽ പങ്കെടുത്തവരുണ്ടാവും, പിന്നെ മൊഴികളിൽ പരാമർശിക്കപ്പെട്ടവർ, എപ്സ്റ്റീന്റെ ബിസിനസ് ഇടപാടുകാർ. ഇതിൽ പലരും എപ്സ്റ്റീന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരോ അല്ലെങ്കിൽ കേസിൽ സാക്ഷികളോ മാത്രമായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഔദ്യോഗിക ഫയലുകളിൽ നരേന്ദ്രമോദിയുടെ മറ്റ് പ്രമുഖ ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളുടെയോ പേരുകൾ ഒന്നും തന്നെ ഇല്ല. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പല ലിസ്റ്റുകളും വ്യാജമായി നിർമ്മിച്ചവയാണ്. നമുക്കറിയാം നരേന്ദ്രമോദിയെക്കുറിച്ച് ഇപ്പോൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. കാരണം 2017 നരേന്ദ്രമോദി ഇസ്രയേൽ സന്ദർശിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വളരെ വലിയ ആഘോഷങ്ങളും മറ്റുമൊക്കെ നടത്തിയിരുന്നു. എന്തായാലും അതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും മറ്റും ഒക്കെ വളരെയേറെ വാഗ്വാദങ്ങളും അതുപോലുള്ള ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആഭ്യന്തര മന്ത്രാലയം ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. എന്തായാലും ബാക്കിയുള്ള രേഖകൾ ഇനി സർക്കാരിന്റെ അന്വേഷണത്തിലാണ്. അതിനനുസരിച്ച് ഇനി നരേന്ദ്രമോദി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ തെളിയിക്കാനുള്ളത് സർക്കാരിന്റെ ഒരു കടമയാണ്. തീർച്ചയായും അത് നിർവഹിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ഫയലുകളിൽ പറഞ്ഞ പേരുകൾ എല്ലാവരും അതിൽ ഉൾപ്പെടണമെന്നില്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവരുമുണ്ടാകും, അല്ലാത്തവരുമൊക്കെ ഉണ്ടാകും. എന്തായാലും ഇമെയിലുകളിൽ നിന്ന് വ്യക്തമാണ് പല പ്രമുഖ വ്യക്തികളുടെയും തനി നിറങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ലോക പ്രശസ്ത വ്യക്തികളായ നമ്മുടെ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ മുതൽ അവരുടെ സഹായികൾ മുതൽ സിനിമാ നിർമ്മാതാക്കൾ, സംഗീതജ്ഞർ, വ്യവസായികൾ, ഹോട്ടലുടമകൾ, ഹയാത്ത് ഹോട്ടലിന്റെ ഡയറക്ടർ, അതുപോലെയുള്ള പ്രമുഖരായ വ്യക്തികൾ എല്ലാവരും ഈ ഫയലിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമ്മുടെ മോദി സർക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള തെളിവുകൾ ഇനി വരട്ടെ. അതുവരെ എല്ലാവർക്കും നമസ്കാരം.